ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ മേഘാലയയിലൊരു ഇന്ത്യയിലെ തന്നെ ക്ലീനസ്റ്റ് ഒരു വില്ലേജ് ഉണ്ട്. അതൊന്ന് കാണാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോണ വഴിയാണ്. അപ്പോൾ പോണ വഴിയിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് സ്ഥലമൊക്കെ ഒന്ന് കണ്ടതാണ് കേട്ടോ. അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു, കാണേണ്ട സ്ഥലമാണ്. ഇത് ഷില്ലോങ്ങിൽ നിന്ന് മേഘാലയയിലേക്ക് പോണ വഴിയിലാണ് ഈ വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ക്ലീനസ്റ്റ് വില്ലേജ് ഒന്ന് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് പോവാണ്. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. അടിപൊളി റൂട്ടാണ്, കാണേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. നിറയെ പൈൻ ട്രീസും അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഹൈറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ആ വില്ലേജിലേക്ക് പോണത്. കണ്ടില്ലേ മരങ്ങളൊക്കെ അങ്ങനെ നിൽക്കണമൊക്കെ എത്ര സ്റ്റൈലുണ്ട് നോക്കി കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ചുള്ള ക്ലൈമറ്റും. ഇതാണ് ആ വില്ലേജ്, അതിൻ്റെ എൻട്രൻസാണിത്. മോവിലോങ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണിത്. മേഘാലയയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ഒരു വില്ലേജ്. ചെറിയൊരു വില്ലേജാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഐറ്റിനറിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇത് മേഘാലയയിലെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇതൊന്ന് കാണണം കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമുക്കിതൊക്കെ കണ്ടൊന്ന് പഠിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ നമ്മുടെ റോഡും വീടും പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിളാണിത്. ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയിലുള്ളൊരു വില്ലേജാണ് ഈ കാണുന്നത്, മേഘാലയയിലുള്ള. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിടുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക കേട്ടോ. കണ്ടില്ലേ റോഡൊക്കെ എത്ര നീറ്റായിട്ട് ക്ലീനായിട്ടാണ് ഇട്ടേക്കണത് നോക്കിയാൽ. ഒരു പേപ്പറോ ഒരു ചപ്പും ചവറോ ഒന്നും കാണൂല കേട്ടോ. ഇത് കാണാനായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ, ടൂറിസ്റ്റുകളും ഫോറിനിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഭയങ്കര ഫേമസ് വില്ലേജാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും അതൊന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞിപ്പോൾ ഏതായാലും ഇവിടം വരെ വന്നല്ലേ. ഇത് നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലുള്ള ഒരു ഐറ്റിനറിയുള്ള ഒരു സ്ഥലമാണിത്, ഈ വില്ലേജ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതൊരു വില്ലേജ്, വേറെ ഒന്നും ഇവിടെ ഒന്നും വലുതായിട്ടൊന്നും കാണാനില്ല. വില്ലേജ് അങ്ങനെ നീറ്റായിട്ട് ക്ലീനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ അവരുടെ വീടും അവരുടെ ജീവിത രീതിയും അവരുടെ നീറ്റ്നെസ്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ. വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ റോഡുകൾ, ചെടികളും മരങ്ങളൊക്കെ വെച്ച് റോഡിലൊക്കെ നടന്ന ആൾക്കാർ ഇരിക്കാനായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ചെറിയ ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ വില്ലേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളൊരു സൈൻ ബോർഡാണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വില്ലേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മുമ്പിൽ തന്നെ ഒരു സ്കൈ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, പോകുന്നുണ്ട്. നമുക്കും ആവശ്യമുണ്ടെങ്കിൽ പോയി കയറി കാണാം കേട്ടോ. എന്നുവെച്ചാൽ ആൾക്കാർക്കുള്ളൊരു ബോധവൽക്കരണത്തിനുള്ള ഒരു സ്ഥലമാണിത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ നാടും പരിസരമൊക്കെ എത്ര വൃത്തികേടായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. കുപ്പയൊക്കെ വലിച്ചെറിഞ്ഞ്. ഇവിടെ ഒരു സ്കൈ വ്യൂ ഉണ്ട്. ഇവിടെ അതിൻ്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ സറൗണ്ടിങ്ങൊക്കെ കാണാം. അവിടേക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അതിൽ കയറി കാണാം. മരത്തിൻ്റെ മുകളിലൊരു ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടേ ഭയങ്കര ഹൈറ്റിലാണ്. അതിന്മേൽ കയറി നിന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സറൗണ്ടിങ് ഫുള്ളായിട്ട് വില്ലേജ് കാണാമെന്ന് പറയണം. അതിനധികം വലിയ ചാർജ് ഒന്നുമില്ല കേട്ടോ. ഒരാൾക്ക് 10 രൂപയുള്ളൂ. ഇതായിട്ടില്ല, ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പിൽ കൂടെ കയറണം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാമ്പു സ്റ്റെപ്പാണ്, ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയ. കുറച്ച് ദൂരം ഉണ്ട് മുകളിലോട്ട് കയറാൻ. അപ്പം നല്ല ഇതുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കയറി കാണാൻ കണ്ടില്ലേ. ഈ സ്റ്റെപ്പിൽ കൂടെ കയറി അവിടെ നിന്ന് നോക്കണം. അപ്പോൾ ഈ വില്ലേജിൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് പറയണത്. ഈ സ്റ്റെപ്പിൽ കൂടെ കയറി ഇങ്ങനെ പോയി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരണം. അപ്പോൾ അതിനുള്ള കഴിവും ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് കയറി പോയി കാണാം കേട്ടോ. ചാർജൊക്കെ ചെറിയൊരു ചാർജേ ഉള്ളൂ, 10 രൂപയുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും സ്ട്രെങ്ത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി കയറി കാണാം. ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള താഴത്തുള്ള സ്ഥലങ്ങളും മരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ കുറേ നടക്കണം. എല്ലാ റോട്ടിൽ കൂടിയും വില്ലേജിൽ ഫുള്ളായിട്ടൊക്കെ നടന്നാലേ എല്ലാം കണ്ടില്ലേ. കുറേ ആൾക്കാർ വരുന്നു, കുറേ ആൾക്കാർ പോകണു കണ്ടിട്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോട്ടിൽ കൂടെ കേട്ടോ. അപ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത്. ഇവിടെ ഉണ്ട് റോട്ടിലൊരു അതുപോലെ ഒരു ഹട്ട് മരത്തിൻ്റെ മുകളിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ അലൗഡ് ഇല്ല കയറാനായിട്ട് ആൾക്കാർക്ക്. അടുത്ത് പോയി കാണാതെ മുകളിലിരിക്കണം. ഇപ്പോൾ അതെന്തോ പ്രശ്നമാണെന്നറിയില്ല, അത് ക്ലോസ് ആണത്. ആരെങ്കിലും കയറ്റണില്ല അവിടെ, അലൗഡ് ഇല്ല ഇപ്പോൾ കയറാനായിട്ട് മുകളിലോട്ട്. ഇത് പിന്നെ എക്സിറ്റ് പോയിൻ്റ്, അങ്ങനെ ഒരു ആരോ മാർക്കറ്റ് വഴികളൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി. ഇത് പഴയ ഒരു വ്യൂ പോയിൻ്റ് ആണെന്നുണ്ട് ഹട്ട് മുകളിലോട്ട് കയറാനുള്ളത്. ഇപ്പോൾ അത് ആൾക്കാരെ അലൗഡ് ചെയ്യണില്ല കയറാനായിട്ട്. അത് അത്ര ഹൈറ്റിലല്ല. വീടുകൾ, കടകൾ,
ഇതൊക്കെ മുടക്കായിരുന്നു. നമ്മൾ പോയത് സൺഡേ ആണ്. അപ്പോൾ അത് കാരണം അന്ന് അവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ അവിടെ മെയിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് തോന്നുന്നു കൂടുതലുള്ളത്. അവിടെ 1-2 ചർച്ച് കണ്ടു ഞങ്ങൾ ഈ വില്ലേജിൽ. അവിടെ ചർച്ചിൽ മാസമൊക്കെ നടക്കണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ ഈ വില്ലേജിൽ നിറയെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്കൂടെ വന്ന് താമസിക്കാം. വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ചപ്പ് ചവറുകൾ ഇവിടെ ഇടരുത്, കുപ്പ ഇവിടെ ഇടരുതെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചാൽ എല്ലാവരും അവിടെ തന്നെ കൊണ്ട് ഇടുള്ളൂ. ക്യാമറ വെച്ചാലും ശരി, ഫൈൻ ഇടുന്ന ഇവിടെ ഇത് ബോർഡ് വെച്ചാലും ശരി, എല്ലാവരും അവിടെ കൊണ്ടിടും. നാടും റോഡൊക്കെ നശിച്ച് നല്ല നാശമാക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. ഇതേപോലെ നീറ്റായിട്ട് വെക്കണം എന്നാണ് നമ്മുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ജീവിച്ചു പോകേണ്ട സ്ഥലമാണ്, നാടാണ്, നമ്മുടെ സ്വന്തം നാടാണ്. അപ്പോൾ അത്ര നീറ്റായിട്ട് വെക്കണം എന്നുള്ളതൊന്നും ആൾക്കാർ ആലോചിക്കില്ല. വീട്ടിലുള്ള കച്ചറയും കുപ്പയൊക്കെ കവറിലാക്കി കൊടുന്നിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എറിഞ്ഞിട്ട് പോകും. ഇവർ കണ്ട ഒരു സ്ഥലത്ത് പോലും ഒരു ചപ്പ്, ഒരു മരത്തിൻ്റെ ഇലയും കൂടി വീഴണമെങ്കിൽ അവർ എടുത്തിടുന്ന പറയണം, എടുത്ത് മാറ്റി കളയും. ഇതുണ്ടല്ലോ വീടുകൾ, അവിടെ കാറ്, വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാറുകളും വീടുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് വെച്ചേക്കണം. കുറേ ചെടികളും കോമ്പൗണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് നമ്മളും മാറാൻ പറ്റിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാടും നന്നാവും, ഇതേപോലെയൊക്കെ ഇരിക്കും. ഇത് പറ്റാത്ത കാര്യമൊന്നുമല്ല, അത്ര വലിയ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ചപ്പ് ചവറിടാണ്ട്, വേസ്റ്റേജൊക്കെ കൊണ്ട് അത് എവിടെയാണ് കൊണ്ട് കളയണം അവിടെ കൊണ്ട് കളയുക. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവരെ വേസ്റ്റേജൊക്കെ ഇവരവിടെ എല്ലായിടത്തും ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട്, ഓരോ വീടുകളുടെ എവിടെയും റോട്ടിലൊക്കെ. ഇവരതിലിടും, എന്നിട്ട് ഒരു വണ്ടി വന്നിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. അല്ലെങ്കിൽ ഇവർ ഇവിടുന്ന് ഇത് ഒരു വണ്ടിയിലാക്കിയിട്ട് കളക്ട് ചെയ്ത് ഇവർ കൊണ്ടുപോയിട്ട് അത് എവിടെയാണ് ഡംപ് ചെയ്യണം അവിടെ കൊണ്ട് കൊടുക്കുന്ന പറയണം. അല്ലെങ്കിൽ വണ്ടി വരും, വണ്ടി വന്നിട്ട് കൊണ്ടുപോയി അത് എടുത്തുകൊണ്ട് പോകുന്ന പറയണത്. അപ്പോൾ എല്ലാവരും അവരവരുടെ വേസ്റ്റേജും ഇതൊക്കെ നമ്മൾ സ്ഥലത്ത് കളക്ട് ചെയ്ത് നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ വണ്ടി വരും. അതിനുള്ള ഇതൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവരെല്ലാവരും കൂടി ഇവർ പോയിട്ട് വണ്ടിയിലാക്കിയിട്ട് ഇവർ കൊണ്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്ന പറയണം. അതൊക്കെ ആൾക്കാരുടെ ഇതനുസരിച്ചിരിക്കും, അവരുടെ സ്വഭാവം പെരുമാറ്റം അനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. അവരുടെ കമ്മ്യൂണിറ്റി, അവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടാണ്, എല്ലാം ഒരുപോലത്തെ ആൾക്കാരാണ്, എല്ലാവരും മെൻറ്റാലിറ്റി ഒന്നാണ്. അത് കാരണം ആ വില്ലേജ് അത്ര നീറ്റും ക്ലീനായിട്ടിരിക്കണം. അതുപോലെ എല്ലാവരും ആകാൻ ശ്രമിക്കുക ഇതൊക്കെ കണ്ടിട്ട് കേട്ടോ. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതൊരു ഹൈറ്റായിട്ടുള്ള ഒരു സ്ഥലത്തേക്കുള്ള ഒരു വീട്ടിലോട്ടുള്ള വഴിയാണിത്. ആൾക്കാർ കുറേ വന്നിട്ടുണ്ട് കാണാനൊക്കെ കണ്ടില്ല. ഇതേപോലെ റോഡ് സൈഡിൽ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ആൾക്കാർ ഇരിക്കാനുള്ള. കണ്ട് ഇങ്ങനത്തെ കൊട്ടകളാണ് എല്ലായിടത്തും വെച്ചേക്കണം. റോഡിൽ എന്തെങ്കിലും പേപ്പർ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ആര് കണ്ടാലും എടുത്ത് അതിലിടും. എന്നിട്ട് വണ്ടി വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. അതുപോലെ അവർ വീട്ടിലത്തെ വേസ്റ്റേജ് ആണെങ്കിലും അതുപോലെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെയ്യും, അവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു പറയണം. അത്രയൊക്കെ ഉള്ളൂ. ഈ വില്ലേജിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. വേറെ ഒന്നും പ്രത്യേകിച്ചായിട്ടൊന്നും എന്താ പ്രത്യേകിച്ചാൽ ഇതൊരു പ്രത്യേകത, ഒരു കാണാൻ പറ്റാത്തൊരു കാര്യമുള്ളൂ ഇത് നമ്മുടെ നാട്ടിലൊക്കെ, ഇന്ത്യയിൽ. അപ്പം നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് വരികയാണെങ്കിൽ ഈ വില്ലേജ് മറക്കാണ്ട് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാണുമ്പോൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് മറക്കാണ്ട് നിങ്ങളൊന്ന് വരിക. ഇതിന് എൻട്രൻസ് ഫീസ് അത്രയൊന്നുമില്ല. നമ്മൾ പിന്നെ മുകളിലേക്കുള്ള വ്യൂ പോയിന്റിലൊക്കെ കയറണമെങ്കിലാണ് 10 രൂപ കൊടുക്കേണ്ട, ടിക്കറ്റൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ഒന്ന് കണ്ടിട്ട് പോകാം. നീറ്റായിട്ട് കണ്ട് ഒന്നും ചപ്പും ചവറും പേപ്പറും കുപ്പികളും വെള്ളത്തിൻ്റെ കുപ്പി അത് ഇതൊന്നും ഇടാണ്ട് നമ്മൾ നീറ്റായിട്ട് നമ്മൾ ഒന്ന് അതൊക്കെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ആർക്കും വരാൻ പോകാം, കാണുകയൊക്കെ ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ. അതിന് പ്രത്യേക ചാർജൊന്നുമില്ല. കണ്ടില്ലേ ചെടികളൊക്കെ വെച്ച് പൂക്കളൊക്കെ ആയിട്ട് എന്താ പറയുക, നല്ല നീറ്റായിട്ട് അവർ വെച്ചേക്കണേട്ടാ. ബോഗൺ വില്ലയാണ്, നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വില്ലേജിൻ്റെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളും വരിക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളും ഇതൊക്കെ കണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളും ഇതേപോലെ ആവാനായിട്ടും മാറാനൊക്കെ ശ്രമിക്കുക. നാടും പരിസരങ്ങളൊക്കെ നന്നാക്കാൻ ശ്രമിക്കുക. ഹോം സ്റ്റേകൾ കുറേ ഉണ്ട് ഇവിടെ. നമുക്കത് ബഡ്ജറ്റ് അനുസരിച്ച് വന്ന് താമസിക്കാം. അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ. മറക്കാതെ അതിൻ്റെ ഒപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ. അതുപോലെ വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതൊരു
ഇതൊരു ഇതാണ്, ചർച്ചാണ്. അവിടേക്ക് ആൾക്കാർ മാസിന് വേണ്ടി പോകുന്നത്. സൺഡേ ആണല്ലോ, അതിന് പോകണമാണ് അവർ ഇതേമാതിരി ഹട്ടുകളൊക്കെ റോഡിൽ ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഈ പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞ് നിങ്ങളെ ബോറടി നിങ്ങൾ വിചാരിക്കും എപ്പോഴും എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് കാരണം കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. മറക്കാണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ നോർത്ത് ഈസ്റ്റ് പോകാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിലിടാം, എല്ലാ വീഡിയോയിലും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകണമെങ്കിൽ ഫാമിലി ആയിട്ടോ ബാച്ചിലറായിട്ടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. നിങ്ങൾക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. ഗ്യാരണ്ടി ആയിട്ടുള്ള ഡ്രൈവർ ഫൈനാണ് കേട്ടോ. അത് കാരണം നിങ്ങൾ മറക്കാണ്ട് ആ നമ്പറൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ പോയി കാണേണ്ട സ്ഥലമാണ് ഈ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം. നമ്പർ ഞാൻ എല്ലാ വീഡിയോയിലും സ്ക്രീനിൽ കൊടുക്കും. നിങ്ങൾ മറക്കാണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളായിട്ട് വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാതെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ കാശ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അഡ്വാൻസ് ആയിട്ടൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗുവാഹട്ടി ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ വരും എയർപോർട്ടിൽ. അവിടെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ അതിൻ്റെ നിങ്ങൾ ചാർജൊക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഹോട്ടലുകൾ വേണം എന്നൊക്കെ പറഞ്ഞാൽ അവർ അതിനുള്ള റൂമിനുള്ളതൊക്കെ നിങ്ങൾക്ക് അവർ എല്ലാം റെഡിയാക്കി തരും. ഫുഡ് ഇതെല്ലാം എന്താ വേണമെങ്കിലൊക്കെ. ഇത് വേണ്ട, ഈ വീട്ടിൽ അടക്ക ഉണക്കാൻ വെച്ചേക്കണം പറക്കിയിട്ട് പാക്ക്. ഉണ്ടല്ലോ, ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ മറക്കാണ്ട് നിങ്ങളും വരിക, കാണുക. ആ വീട്ടിലത്തെ അവിടെയുള്ള ആരുടെ വീട്ടിലെ കാറാണ് പോണത്. എല്ലാം ചെറിയ ചെറിയ കാറുകളാണ് ഉണ്ടല്ലോ അടുത്തുള്ളത്. വലിയ വലിയ വണ്ടിയൊന്നും ഇവിടെ ആരുടെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഇവിടെ അവർ വീട്ടിൽ വണ്ടി പാർക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം അവർ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ്, സൂപ്പർ ക്ലൈമറ്റാണ്. ഇതിവിടെ മുകളിലേക്ക് ഞാൻ കയറി നോക്കി, എന്താ പറയുക, സ്റ്റെപ്പ് കണ്ടപ്പോൾ നോക്കിയപ്പോൾ കയറി നോക്കിയപ്പോൾ എന്താണ് അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. വില്ലേജിലുള്ളവർക്ക് അവർക്ക് കളിക്കാനുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അവർ. കണ്ടില്ല, ആൾക്കാർ ഇഷ്ടംമാതിരി പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കല്ല, ഇങ്ങനെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഷില്ലോങ്ങിലേക്ക് പോകാനുള്ള റോഡ്. ഇതാണ് ആ വില്ലേജിലേക്കിൻ്റെ ഉള്ളിലേക്കുള്ള റോഡ്. അതാണ് ആ ബോർഡ് വെച്ചാണ്. ഞങ്ങൾ ഷില്ലോങ്ങിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇത് മേഘാലയയിൽ, ഷില്ലോങ്ങിൽ നിന്ന് മേഘാലയയിലേക്ക് ഉള്ള സ്ഥലമാണ്. മേഘാലയയുടെ ക്യാപിറ്റലാണല്ലോ ഷില്ലോങ്. ഇതിപ്പോൾ മേഘാലയയിലാണ് ഈ വില്ലേജ് ഇരിക്കുന്നത്. മോയിലാങ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ കൂടി വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനിയും ഈ നോർത്ത് ഈസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പിൽ ഇനി ഒരു 3-4 വീഡിയോ കൂടി വരാനുണ്ട് കേട്ടോ. അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണം കേട്ടോ. അതനുസരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള കമൻറ്റുകളും ചെയ്യണം കേട്ടോ. മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അതുപോലെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ എന്നാൽ ബായ്.